എന്തായാലും ബന്ദിമോചനം ഏത് നിമിഷവും ഉണ്ടാകും എന്ന് തന്നെയാണ് വിവരങ്ങൾ. അതിനായി കാത്തിരിക്കുകയാണ് ലോകം. അഫ്താബ് റഹ്മാൻ കൂടി ചെയ്തിട്ടുണ്ട്. അഫ്താബ്, എന്തായാലും ഗസയിലെ വെടിനിർത്തലിന് പിന്നാലെ ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം അത് സാധാരണ രീതിയിലേക്ക് നീങ്ങും എന്ന പ്രതീക്ഷ ഷിപ്പിംഗ് കമ്പനികൾ വെച്ച് പുലർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ വഴി പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം തുടങ്ങിയതോടെ ഈ ഷിപ്പിംഗ് നിരക്കുകളൊക്കെ വലിയ രീതിയിൽ വർദ്ധിക്കുകയും ഒക്കെ ചെയ്തിരുന്നില്ല. അപ്പോൾ എത്ര ആകാംക്ഷയോടുകൂടിയാണ് ഈ ചെങ്കടൽ വഴിയുള്ള ഈ ഗതാഗതം പഴയ രീതിയിലേക്ക് മാറുന്നതിനെ ഗൾഫ് രാജ്യങ്ങൾ അടക്കം ഉറ്റുനോക്കുന്നത്? അമൃത, ഇപ്പോൾ ഈ വാർത്തയിൽ വളരെ പ്രധാനപ്പെട്ട നിർണായകമായ നിലപാടെടുക്കേണ്ടത് ഹൂത്തികൾ തന്നെയാണ്. നമുക്കറിയാം, ഹമാസിന്റെ ചെറുത്തുനിൽപ്പ് ഏതാണ്ട് 736 ദിനം നീണ്ട അവരുടെ ചെറുത്തുനിൽപ്പ് അതിനോളം സമാനമായിരുന്നു യമനിലെ ഹൂത്തികളുടെയും ചെറുത്തുനിൽപ്പ് എന്ന് പറയുന്നത്. കാരണം ലോകം ഒരിക്കലും അത്രയധികം അറബ് മേഖലയിൽ മാത്രം സജീവ ചർച്ചയായിരുന്ന ഹൂത്തികൾ എന്നറിയപ്പെടുന്ന ഒരു ഗോത്ര വിഭാഗം അവർ ഏതാണ്ട് 2 വർഷത്തോളം നീണ്ട ഈ യുദ്ധത്തിലുടനീളം ഇസ്രയേലിനെ പ്രതിരോധിച്ചുകൊണ്ട് ഗസക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിലയുറപ്പിച്ചു എന്നുള്ളത് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. കാരണം ചെങ്കടൽ വഴിയുള്ള യാത്ര പൂർണ്ണമായും താറുമാറായി എന്നുള്ളതായിരുന്നു അതിന്റെ ഒരു പ്രത്യാഘാതം. എന്ന് വെച്ചാൽ ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനികളായ മേഴ്സ്ക്, ഒപ്പം തന്നെ എവർഗ്രീൻ, ഹെപ്പക്ലോയിഡ് ഇതുപോലെയുള്ള വൻകിട കമ്പനികളെല്ലാം തന്നെ ചരക്കുനീക്കം നടത്തിയിരുന്നത് ഈജിപ്തിലെ സൂയസ് കനാൽ വഴിയായിരുന്നു. ഇതുവഴി പോകാൻ സാധിക്കാത്ത വിധം ആക്രമണം നടന്നു എന്ന് മാത്രമല്ല, അതിന് തിരിച്ചടിയായിക്കൊണ്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും US-ന്റെ ഭാഗത്തു നിന്നും ബ്രിട്ടന്റെ ഭാഗത്തു നിന്നും നിരന്തരം എന്നോണം ഹൂത്തികൾക്ക് നേരെ ആക്രമണം നടന്നു. അവരുടെ നേതാക്കളെ വധിച്ചു. എന്നിട്ടും ഈ വെടിനിർത്തൽ നടക്കുന്നതിന്റെ അവസാന ദിവസം വരെ അവർ ചേർത്തു നിന്നു, കപ്പലുകൾ ആക്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഇതിന്റെ ഒരു വലിയ പ്രത്യാഘാതം, ഇത് ആഗോളതലത്തിൽ ഉണ്ടാക്കിയ ഒരു ആഘാതം വലുതാണ്. ഷിപ്പിംഗ് നിരക്കുകൾ 3 ഇരട്ടി 4 ഇരട്ടിയായി വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോഴുള്ള ഒരു കൗതുകകരമായ കാര്യം എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വലിയ ഷിപ്പിംഗ് ലൈനായ മേഴ്സ്കിന്റെ ഓഹരി ഇടിഞ്ഞു എന്നുള്ളതാണ്. ഇത് തരത്തിലുള്ള മാജിക്കാണ്. അതായത് ലോകത്തെ ഷിപ്പിംഗ് ലൈനുകൾ ഒന്നടങ്കം നിരക്കുകൾ വർദ്ധിപ്പിച്ച സാഹചര്യമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അപ്പോൾ വെടിനിർത്തൽ നടക്കാൻ പോകുന്നതെന്നറിയുമ്പോൾ അവരുടെ ഓഹരികൾ താഴേക്ക് ഇടിയുകയാണ്. എന്ന് വെച്ചാൽ ഹൂത്തികൾ ഒരു പക്ഷേ ആക്രമണത്തിൽ പിൻവാങ്ങിയേക്കാം എന്നുള്ളതാണ് അതിൽ പ്രധാനപ്പെട്ട സൂചന. പക്ഷേ ഇതിലൊരു കാര്യം നിർണായകമാണ്. നാളത്തെ ട്രംപിന്റെ സന്ദർശനം അതിൽ നിർണായകമാണ്. ഈ വെടിനിർത്തൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതും നിർണായകമാണ്. കാരണം വെടിനിർത്തലിൽ ഏതെങ്കിലും വീഴ്ച ഇസ്രായേൽ വരുത്തിയാൽ സമാനമായ രീതിയിൽ തന്നെ പ്രതിരോധം തുടരുമെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഈ അല്പം മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്ന കാര്യം, കെന്നസെറ്റിൽ ട്രംപ് നടത്തുന്ന പ്രഭാഷണ പരിപാടിയിൽ അവർ നെതന്യാഹു പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം പറയുന്നത് ട്രംപിന്റെ ഈ പീസ് പ്ലാൻ എന്ന് പറയുന്നത് അതൊരു ഇല്യൂഷനാണ്, ഒരു കൺകെട്ട് മാത്രമാണ്, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം കൂടി പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ വെടിനിർത്തലിന്റെ ഭാവി എന്ത് എന്നുള്ളത് നിർണായകമാണ്. ഏതായിരുന്നാലും വെടിനിർത്തൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഗൾഫ് മേഖലയിൽ ഒന്നടങ്കം ആശ്വാസം ഉണ്ടാക്കും. ചെങ്കടൽ വഴി കപ്പൽ ഗതാഗതം അത് പഴയ രീതിയിലേക്ക് മാറുന്നതിനെ വലിയ പ്രതീക്ഷയോടുകൂടി ഷിപ്പിംഗ് കമ്പനികളും അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളും നോക്കിക്കാണുകയാണ്. അഫ്താബ് റഹ്മാനും ഒപ്പം BK സുഹൈലുമാണ് വിവരങ്ങൾ നൽകിയത്.